നമ്മുടെ സംസ്ഥാനത്ത് മികച്ച ആരോഗ്യ സംരക്ഷണം മുതൽ ഉയർന്ന ചികിത്സ വരെ സർക്കാർ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. വാഗ്ദാന പെരുമഴയുമായി LDF-ഉം UDF-ഉം. നവകേരള പൂർത്തീകരണത്തിന് 60 പരിപാടി എന്ന LDF 50% സ്ത്രീകൾക്കും കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്നവർക്കും തൊഴിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് LDF-നൊപ്പം UDF-ഉം. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും UDF വാഗ്ദാനങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച നൂർബീന റഷീദ്. പാർട്ടിയിൽ വനിതാ ലീഗിന് കടുത്ത അവഗണന. വിയോജിപ്പുണ്ടെങ്കിലും ലീഗ് വിടില്ലെന്നും നൂർബീന. വോട്ട് ചോദിച്ചെത്തിയ രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. രമേശ് പിഷാരടിക്ക് ഐക്യദാർഢ്യവുമായി LDF സ്ഥാനാർത്ഥി NMR റസാഖ്. പാലക്കാടിന്റെ സംസ്കാരത്തിന് ചേർന്ന പ്രവൃത്തിയല്ലെന്ന് വിമർശനം. ന്യായീകരിച്ച് ശോഭാ സുരേന്ദ്രൻ. We are in this military operation so powerful, so brilliant against one of the most powerful countries for 32 days. And the country has been eviscerated and essentially is really no longer a threat. They were the bully of the Middle East, but they're the bully no longer. ഇറാനെതിരായ യുദ്ധം നിർത്തില്ലെന്ന് ട്രംപ്. 3 ആഴ്ച കൂടി തുടരും. ധാരണയിലെത്താൻ തയ്യാറായില്ലെങ്കിൽ ഇറാനെ ശിലായുഗ സാഹചര്യത്തിലേക്ക് എത്തിക്കും. ലക്ഷ്യം എണ്ണയല്ല, മേഖലയിൽ സമാധാനം ഉറപ്പാക്കലാണെന്നും ട്രംപ്. ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പ്രതിഫലനം വിപണിയിലും. തകർന്നടിഞ്ഞ ഓഹരി വിപണി. സെൻസെക്സ് 1400 പോയിന്റ് ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വിലയിൽ കുതിപ്പ്. Four, three, two, one. Booster ignition. Ends next. Good roll pitch. 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക്. ആർട്ടിമിസ് 2 വിക്ഷേപിച്ചു. മനുഷ്യരുമായി ഓറിയോൺ പേടകത്തിന്റെ ആദ്യ യാത്ര. ആദ്യ ഭ്രമണപഥം ഉയർത്തൽ വിജയമെന്ന് നാസ. രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ്. അതിക്രമം നടന്ന കാരവാൻ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമം. സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കും. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവർ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽകഴുകൽ ശുശ്രൂഷയും. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, മലേഷ്യ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ വരെ സുനാമി സാധ്യത.